ഞാൻ തന്നെ ഉറപ്പായിട്ടും മത്സരിക്കും, ഒരു സംശയവും വേണ്ട. അതിനകത്ത് UDF-നും എതിർപ്പില്ല, മറ്റാർക്കും എതിർപ്പില്ല. അടുത്തിരിച്ച് ചോദിക്കുന്നത് ശരിയല്ലല്ലോ. മോൻസ് ജോസഫ് കഴിഞ്ഞ തവണയും ഈ പിണറായി തരംഗമുണ്ടായപ്പോഴും അവിടെ 5000 വോട്ടിനോട് ജയിച്ചതാണ്. നമ്മളൊപ്പം മാണി സി കാപ്പൻ MLA ചേരുന്നുണ്ട്. ഇപ്പോൾ ഒരു മണ്ഡലമാറ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് പാലായിൽ നിന്നും കടുത്തുരുത്തിയിലേക്ക് ജോസ് കെ മാണി പോകുന്നു എന്ന് പറയുന്നു. എന്താണ് അതിൽ? പുള്ളി എതിലേ പോയി എനിക്കെന്താ പ്രശ്നം? നമ്മളെ സംബന്ധിച്ചൊരു പ്രശ്നമില്ല. പിന്നെ ഇവർ വരുന്ന കാര്യത്തെക്കുറിച്ച് UDF-ൽ ഇങ്ങനെ ചർച്ച നടന്നിട്ടില്ല. ഞാൻ UDF-ൽ പോകുന്ന ആളാണ്. ഇതുവരെയും UDF-ൽ ഇങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. കോൺഗ്രസ് നേതാക്കളൊക്കെ കേരള കോൺഗ്രസ് എമ്മിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ആ കാര്യത്തിൽ എന്താണ്? അത് ചാനലുകാർ ചോദിക്കും സ്വാഭാവികമായും, ഇവർ വരുന്നവന് എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന്. അപ്പോൾ സ്വാഭാവികം അവർ പറയില്ലേ, നേരത്തെ മുന്നണിയിലുണ്ടായ കക്ഷികൾ തിരിച്ചു വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്നവർ പറഞ്ഞിട്ടുണ്ടാവാം. മുന്നണിയിലേക്ക് അവർ തിരികെ വരുന്നതിൽ എന്താണ് അങ്ങോട്ട്? അല്ല, എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമില്ല, അഭിപ്രായ കുറവുമില്ല. ഇവിടെ 100 സീറ്റിലധികം ടീം UDF എന്ന നിലയിൽ ഇപ്പം ജയിക്കാവുന്ന സ്കോപ്പുണ്ട്. ഇനി എന്തിനാ പുതിയൊരു കക്ഷി? ആവശ്യം നിലവിൽ ഇല്ലാതെ തന്നെ വിജയിക്കാൻ കഴിയും. ഉറപ്പായിട്ടും 100 സീറ്റിന് മേളിൽ ടീം UDF വിജയിച്ചിരിക്കും. അപ്പോൾ ഈ കോട്ടയം സീറ്റ് അഥവാ തിരികെ വരികയാണെങ്കിൽ കോട്ടയം സീറ്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ അത് വിട്ടുകൊടുക്കും, പാലാ സീറ്റ് വിട്ടുകൊടുക്കുമോ? പാലാ സീറ്റ് എന്തിനാ വിട്ടുകൊടുക്കും? ഞാൻ 15378 വോട്ടും ജയിച്ച പാല. അതിനുള്ള ക്ലെയിം എന്താ? അത് ചോദിക്കാൻ പോലും പാടുണ്ടോ? അങ്ങനെ ഒരു വിഷയം ഉദിക്കുന്നില്ല. പാലായിൽ എന്തായാലും അടുത്ത തവണയും മാണി സി കാപ്പൻ തന്നെയായിരിക്കും മത്സരിക്കുക എന്നുള്ളതാണ്. ഞാൻ തന്നെ ഉറപ്പായിട്ടും മത്സരിക്കും, ഒരു സംശയവും വേണ്ട. അതിനകത്ത് UDF-നും എതിർപ്പില്ല, മറ്റാർക്കും എതിർപ്പില്ല. കടുത്തുരുത്തിയിലേക്ക് പോകുന്ന ആ വിഷയത്തിൽ ഇങ്ങോട്ട് ആര് പോയാലും ആര് മത്സരിച്ചാലും എതിർ സ്ഥാനായിട്ട് ആരുണ്ടായാലും പ്രശ്നമില്ല എന്നുള്ളത്. കടുത്തുരുത്തി ചോദിക്കുന്നത് ശരിയല്ലല്ലോ. മോൻസ് ജോസഫ് കഴിഞ്ഞ തവണയും ഈ പിണറായി തരംഗമുണ്ടായപ്പോഴും അവിടെ 5000 വോട്ടിനോട് ജയിച്ചതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുള്ളി ഒരു 10000 വോട്ടിനോട് ജയിക്കും. അപ്പം അതിങ്ങനെ കടുത്തുരുത്തി UDF-ൻ്റെ കയ്യിൽ ജയിച്ചിരിക്കുന്ന സീറ്റുകൾ അവർക്ക് വേണം. അങ്ങനെ പറഞ്ഞുകൊണ്ടാണല്ലോ പാലായി വന്ന കഴിഞ്ഞോണം. അതിന് നാട്ടുകാർ മറുപടിയും കൊടുത്തു. പാലായിൽ മത്സരിച്ചാൽ അത് തന്നെയായിരിക്കും. അതെനിക്കറിയത്തില്ല, അതിനെക്കുറിച്ച് പറയാൻ ഞാനാണല്ല. പാലായിൽ ആര് മത്സരിച്ചാലും പ്രശ്നമില്ല എന്നുള്ളത് തന്നെയല്ലേ ഓപ്പോസിറ്റായിട്ട്? അങ്ങനെ എനിക്ക് വോട്ട് ചെയ്ത ആളുകൾ ഇനി എന്തിനു വോട്ട് ചെയ്യാതിരിക്കണം? എൻ്റെ എന്തൊരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്, ശരി, അതുണ്ടായിട്ടില്ല. പിന്നെ മണ്ഡല നിലവരം നോക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് മറിച്ചൊരു സംഭവം വരാൻ ഇവിടെ ഇല്ല. UDF-ലേക്ക് എന്തായാലും UDF-ൻ്റെ ഈ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പുതിയൊരു മുന്നണിയുടെ ഒരു ആവശ്യം നിലവിൽ UDF-ന് ഇല്ല എന്നുള്ളത് തന്നെയാണ്. പുതിയൊരു ഘടകകക്ഷിയുടെ ആവശ്യമില്ല. ഇൻഡിവിജ്വലായിട്ട് പലരും വന്നിരിക്കാം, അവർ സ്വീകരിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ UDF-ൽ കഴിഞ്ഞ 4 UDF-ആയിട്ട് നടന്നതിൽ ഇത്തരം ഒരു ചർച്ച നടന്നിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞതിലുള്ള തിരഞ്ഞെടുപ്പുകൾ തന്നെ നോക്കിയാൽ പാലക്കാട് ചേലക്കര 39,000 നിന്ന് 12,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തേക്ക് താഴെ വന്നില്ലേ? പ്രിയങ്ക ഗാന്ധി ജയിച്ചു എന്ന് മാത്രം ഭൂരിപക്ഷത്തിന്. ഇപ്പം നിലമ്പൂർ, ഇതിൽ പരം ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട് എന്നതിന് സംശയമില്ല. ആരെങ്കിലുമൊക്കെ വ്യക്തിപരമായിട്ട് കേരള കോൺഗ്രസ് എമ്മിൽ നിന്നൊക്കെ UDF-ലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ചിലപ്പോൾ വരുമായിരിക്കാം, വരികയെന്ന് ഞാൻ പറയാല. അതുതന്നെയാണ് കൃത്യമായ നിലപാടാണ് മാണി സി കാപ്പൻ വ്യക്തമാക്കുന്നത്. അടുത്ത തവണയും പാലായിൽ താൻ തന്നെയായിരിക്കും മത്സരിക്കുക എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്.